നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ മരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്. കേസിലെ എല്ലാ വശവും വിശദമായി അന്വേഷിക്കും. കാട്ടാന ആക്രമണമല്ലെന്ന് കോട്ടയം DFO അഭിപ്രായപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും SP. കട്ടപ്പന ഇടുക്കിക്കവല വെള്ളയാങ്കുടി റോഡിൽ സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടാവ് കടത്തിക്കൊണ്ടുപോയി. സ്ഥാപനത്തിലെ സെക്യൂരിറ്റിയുടെ വാഹനം മോഷ്ടാവ് അപഹരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ. SN ജംഗ്ഷൻ നിരപ്പേൽക്കടയിൽ കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ നിന്ന് മോഷ്ടാക്കൾ ഹെൽമറ്റ് അപഹരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വാത്തിക്കുടി 16-ാം ഘട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സർക്കാർ സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്ന് മന്ത്രി. കാമാക്ഷി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വൃദ്ധയുടെ ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയത് കാമാക്ഷി കോയിക്കൽ തങ്കമ്മ. ഇവർ പ്രതിഷേധിച്ചത് സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത തനിക്ക് താമസിക്കുന്ന വീടിന്റെ വാടക ലഭ്യമാക്കുന്നില്ലെന്ന് ആരോപിച്ച. വിശദമായ വാർത്തകളിലേക്ക്. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ മരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്. SP-യുടെ നേതൃത്വത്തിലാകും അന്വേഷണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. എല്ലാ വശവും വിശദമായി അന്വേഷിക്കും. കാട്ടാന ആക്രമണമല്ലെന്ന് കോട്ടയം DFO അഭിപ്രായപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും SP തൊടുപുഴയിൽ പറഞ്ഞു. വനംവകുപ്പ് മറ്റൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അവർക്ക് ഇതിനകത്ത് സംശയം അതിന് പ്രകടിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. എല്ലാ ആസ്പെക്റ്റും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എല്ലാ ആസ്പെക്റ്റും DFO അങ്ങനെ നേരത്തെ പീരുമേട് പോലീസോട് അങ്ങനെ പറഞ്ഞിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ. അത് റിപ്പോർട്ട് നമ്മൾ കൊടുക്കും. അന്വേഷണം എല്ലാ ആസ്പെക്റ്റും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതിനാണ് സെക്യൂരിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. എല്ലാ ആസ്പെക്റ്റും നമ്മൾ പരിശോധിച്ചാൽ റിപ്പോർട്ട് കൂടെ വന്നിട്ട് നമുക്ക് കൊടുക്കും. ഈ പീരുമേട് DYSP നേരത്തെ ഫോറൻസിക് ടീമും കൂടെ കാട്ടിലെ സ്ഥലത്ത് അന്വേഷണത്തിന് പോയിരുന്നല്ലോ. ആ ഫോറൻസിക് റിപ്പോർട്ട് വല്ലതും വന്നിട്ടുണ്ടോ? റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. നമ്മൾ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ തെളിയിക്കാറുണ്ട്. അത് പർട്ടിക്കുലർ സ്ഥലം സന്ദർശിക്കാൻ പോലീസ് വളരെ വൈകിയാണ് പോയെന്നൊരു ഇല്ല. പൂർത്തിയായതല്ലേ? എല്ലാ എവിഡൻസ് മാക്സിമം കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ സൂചന എങ്ങനെയാണ്? അതിപ്പോൾ പറയാൻ പറ്റില്ല. അന്വേഷണ അവസ്ഥയിലാണ്. കട്ടപ്പന ഇടുക്കിക്കവല വെള്ളയാങ്കുടി റോഡിൽ സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടാവ് കടത്തിക്കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സ്ഥാപനത്തിലെ സെക്യൂരിറ്റിയുടെ വാഹനം മോഷ്ടാവ് അപഹരിച്ചത്. കൂടാതെ കട്ടപ്പന SN ജംഗ്ഷൻ നിരപ്പേൽക്കടയിൽ കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ നിന്ന് ഹെൽമറ്റും മോഷ്ടാക്കൾ അപഹരിച്ചു. കട്ടപ്പന ഇടുക്കിക്കവല വെള്ളയാങ്കുടി റോഡിലെ വ്യാപാര സ്ഥാപനത്തിലെ സെക്യൂരിറ്റിയുടെ ബൈക്കാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 സംഭവം. ഇദ്ദേഹം സ്ഥാപനത്തിന്റെ ഷട്ടറുകളടക്കം അടയ്ക്കുവാൻ വേണ്ടി പോയ സമയത്താണ് മോഷ്ടാവെത്തി ബൈക്ക് അപഹരിച്ചത്. മോഷ്ടാവിന്റെ ദൃശ്യം സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ കട്ടപ്പന പോലീസിൽ ഇവർ പരാതിയും നൽകി. കൂടാതെ കട്ടപ്പന SN ജംഗ്ഷനിൽ കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിലുണ്ടായിരുന്ന ഹെൽമറ്റുകൾ 3 മോഷ്ടാക്കൾ ചേർന്ന് അപഹരിച്ചു. ഇവരുടെ ദൃശ്യവും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. രാത്രിയുടെ മറവ് പറ്റി കട്ടപ്പന മേഖലയിൽ മോഷണങ്ങൾ പതിവാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. സർക്കാർ സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. 16-ാം ഘട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച സൗകര്യങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് നേരിട്ടിരുന്ന സർക്കാർ സ്കൂളുകൾ ഇന്ന് മികവിന്റെ പാതയിലാണ്. ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർന്നു. നല്ല കെട്ടിടം, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ സൗകര്യങ്ങളാണ് സർക്കാർ ഒരുക്കുന്നത്. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യവും കായികക്ഷമതയും ഇതുവഴി മെച്ചപ്പെടും. പഞ്ചായത്തിൽ തന്നെ +2 സ്കൂളുകൾ ആരംഭിച്ചു. പ്രദേശത്തെ കുട്ടികൾക്ക് ഇവിടെ തന്നെ പഠിക്കാൻ സാധിക്കുന്നത് നാടിന്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച സൗകര്യങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ 100 മികച്ച കോളേജുകളിൽ 16 കേരളത്തിലാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 16-ാം ഘട്ടത്ത് ഒരു +2 വന്നപ്പോൾ 16-ാം ഘട്ടം ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളായി മാറിയപ്പോൾ ഒരു +2 ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു മിനി കോളേജിൻ്റെ സ്റ്റൈലിലേക്ക് കോളേജും ഈ സ്കൂള് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്.
നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ 2 +2 സ്കൂളുകൾ ആരംഭിച്ചു. ഒന്ന് തോപ്രാംകുടിയിലും ഒന്ന് 16-ാം ഘട്ടത്തിലും. അവിടെ തദ്ദേശീയരായ ഒത്തിരി കുട്ടികൾക്ക് ഈ സ്കൂളിൽ തന്നെ പഠിക്കാൻ അവസരമുണ്ടായി. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടായി. മിടുക്കരായ കുട്ടികളെ ഇന്ന് ആദരിക്കുന്നു, അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നു. എത്രയോ സന്തോഷകരമായ കാര്യമാണ്. അതിനെല്ലാം നല്ല നിലയിൽ നിങ്ങളെ പാകപ്പെട്ട നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ സജ്ജരാക്കി പ്രത്യേക ഗവൺമെൻറ് ഇട്ട് നിങ്ങൾ ഇരിക്കുന്ന കാണുമ്പോൾ വലിയ അഭിമാനം തോന്നുക. അപ്പം നമ്മുടെ നാടിൻ്റെ വളർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇതൊക്കെ. നമുക്ക് ആഘോഷവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ്. ഉന്നതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥിതി ഇന്ന് കേരളത്തിലുണ്ടായിട്ടില്ലേ? മികച്ച വിദ്യാഭ്യാസമാണ്. നമ്മുടെ സർവകലാശാലകളും കോളേജുകളും അത്രത്തോളം ഉയർന്ന നിലവാരം പുലർത്തുക. കഴിഞ്ഞ ദിവസമേ കണക്ക് വന്നു, ഇന്ത്യ രാജ്യത്ത് മികച്ച കോളേജുകൾ എടുത്ത് നോക്കിയപ്പോൾ 100 കോളേജുകൾ എടുത്തതിനകത്ത് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് 100 കോളേജ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ 16 കോളേജ് കേരളത്തിലാണ്. 200 കോളേജ് എടുത്ത് നോക്കിയപ്പോൾ 44 കോളേജ് കേരളത്തിലാണ്. നമ്മുടെ സർവകലാശാലകളിൽ കാലിക്കറ്റ്, കേരള, MG സർവകലാശാലകൾ വലിയ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറി. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ മന്ത്രി വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാക്കുന്നിൽ അധ്യക്ഷനായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി സച്ചി, മിനി ഷാച്ചി, KA അലിയാർ, 16-ാം ഘട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റോയി തോമസ്, സ്കൂൾ പ്രധാനാധ്യാപിക ഷീന C. തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കാമാക്ഷി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വൃദ്ധയുടെ ഒറ്റയാൾ സമരം. കാമാക്ഷി കോയിക്കൽ തങ്കമ്മയാണ് ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയത്. സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത തനിക്ക് താമസിക്കുന്ന വീടിന്റെ വാടക ലഭ്യമാക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഇവർ പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രശ്നത്തിന് കാരണമെന്ന് വാർഡ് മെമ്പറും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രതികരിച്ചു. കാമാക്ഷി പഞ്ചായത്തിലെ 15-ാം വാർഡിൽപ്പെടുന്ന കോയിക്കൽ തങ്കമ്മയ്ക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ല. പ്രതിമാസം ലഭിക്കുന്ന 1600 രൂപ പെൻഷൻ മാത്രമാണ് ഏക വരുമാനം. പഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഇവർ. തങ്കമണിയിൽ ദീർഘകാലമായി വാടകയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് താമസിക്കുന്ന വീടിന്റെ വാടക നൽകുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വാടക നൽകുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്ന് തങ്കമ്മ പറയുന്നു. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഞാൻ തന്നെ താമസിക്കുന്നുള്ളതുകൊണ്ട് വാടക പൈസ ഇത് ഗവൺമെൻറ്റിൽ നിന്ന് തരുന്ന ഈ വാടക ആരും ഇല്ലാത്തവർക്കും നോക്കാൻ ആളില്ലാത്തവർക്കും തരുന്ന പൈസയാണ്. പഞ്ചായത്തിൽ സൂക്ഷിക്കേണ്ട ഇവരുടെ ഫയൽ ജീവനക്കാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാൽ നഷ്ടപ്പെടുത്തിയെന്നും വീണ്ടും അപേക്ഷ സമർപ്പിച്ചിട്ടും ഫയൽ യഥാസമയം തീർപ്പാക്കുന്നതിൽ സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സോണി ചൊള്ളാമടം പറഞ്ഞു. അവരുടെ ദയനീയമായ അവസ്ഥയാണ് വിവരിച്ചതാണ്. അവർക്ക് 1600 രൂപ മാത്രം ഈ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം അവർ. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പറയുകയും അതനുസരിച്ച് അത് കൊടുക്കാത്തതിനെക്കുറിച്ച് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായിട്ട് അവർക്ക് കൊടുക്കണം എന്ന് സെക്രട്ടറിയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഇന്നലെ വൈകിട്ട് അന്വേഷിച്ചപ്പോഴും അവർക്ക് ആ പൈസ കൊടുത്തിട്ടില്ല. ഇന്നലെ ഞാൻ വന്ന് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല. കാരണം അവർ എന്തിനും ഫെബ്രുവരിയിൽ കൊടുത്ത അപേക്ഷയാണ്. ആ അപേക്ഷ നഷ്ടപ്പെടുത്തിയത് പഞ്ചായത്താണ്. എനിക്ക് തോന്നുന്നത് ചില ഉദ്യോഗസ്ഥർ ഈ പഞ്ചായത്ത് ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ഭാഗമായിട്ടാണ്. കാരണം ഇതൊരു ഏറ്റവും അർഹയായ ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെൻറ്റും പഞ്ചായത്തും അതിദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഈ വാടക കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. തീർച്ചയായിട്ടും സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഒരുപാട് പ്രാവശ്യം പറ്റിയത്. ഇത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായ ആ വീഴ്ച ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താൻ പറഞ്ഞിട്ട് ഇപ്പം തിങ്കളാഴ്ച രാവിലത്തെ കമ്മിറ്റിയിൽ സംസാരിച്ചിട്ട് ഈ നിമിഷം പോലും അവർക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അത് ശരിയായൊരു നടപടിയല്ല. പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് വ്യക്തമാക്കി. വാടക സംബന്ധിച്ച് ചേച്ചി അപേക്ഷ വെച്ച കാര്യങ്ങളോ അതിന് ശേഷമുള്ള കാര്യങ്ങൾ കമ്മിറ്റിയിൽ സംസാരിക്കുകയും ആ ചേച്ചി അതിദരിദ്ര കുടുംബാംഗം എന്നുള്ള നിലയിൽ അവർക്ക് അവകാശപ്പെട്ട പൈസ വാടക അത് ഏറ്റവും അടുത്ത ദിവസം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിക്ക് ഭരണസമിതി അന്ന് തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമസേവകൻ VEO ആണ് അതിദരിദ്ര കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആളെന്ന നിലയിൽ VEOയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ
ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ പണം കൊടുക്കാൻ തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം താമസം കൂടാതെ പരിഹരിക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ വന്നതോടെയാണ് ഈ വയോധിക പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജില്ലയിലെ ടൗണുകളുടെ വികസനത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ കരിമ്പൻ ചൊപ്പാത്ത് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിയേറ്റകാലം മുതൽ കരിമ്പൻ മേഖലയിലെ ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചിരുന്ന പാതയാണ് കരിമ്പൻ ചപ്പാത്ത് റോഡ്. കാലങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതുമൂലം ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപയും മന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപയും അനുവദിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടൊപ്പം ഈ സിറ്റി കുറെ കൂടെ ക്ലീൻ ആവണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ നമ്മളെല്ലാം മനസ്സിൽ കണ്ടത്. നല്ല വിശദമായുള്ള റോഡാണ്. ഇതിൻ്റെ സൈഡ് കാണുന്നതെല്ലാം മാറ്റി ഇൻ്റർലോക്ക് ചെയ്ത് വ്യാപാരി വ്യവസായ സംഭവം കൊണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ PWD ആയിട്ട് ആലോചിച്ച് നമുക്കൊരു കാര്യം പിടിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളൊക്കെ പരസ്യങ്ങൾ നൽകിയാൽ മതി. ഒരു കൂട്ടായ സംരംഭം ഉണ്ടെങ്കിൽ ഈ ടൗണിൻ്റെ ഈ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ ഒരു നിശ്ചിത ദൂരം ടൗണിനകത്ത് സെമിനാരി വരെ എത്തി നിൽക്കുന്ന ഭാഗം, ഇവിടെ അങ്ങോട്ട് കഴിയുന്ന ഭാഗം, തുടങ്ങുന്ന ഭാഗം വരെയുള്ള ടൗൺ അതിൻ്റെ ഈ റോഡ് വിട്ട് നിൽക്കുന്ന ഭാഗം എല്ലാം മെച്ചമാക്കി ഇൻ്റർലോക്ക് ചെയ്ത് നല്ല സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ ടൗൺ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി അനുവദിക്കുകയാണെന്നുള്ള വിവരം ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുക. ടൗൺ ഇപ്പോഴും നല്ല മെച്ചമായി നിൽക്കത്തക്ക രീതിയിലുള്ള കാഴ്ചപ്പാട് നടത്താൻ നമുക്ക് സാധിക്കും. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷനായിരുന്നു. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ചാക്കോ, വിൻസെന്റ് വള്ളാടി, നിമ്മി ജയൻ, പൊതുപ്രവർത്തകരായ ജേക്കബ് പിണക്കാട്ട, KN മുരളി, ഓമന ശ്രീധരൻ, UP കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ 12 വയസ്സുകാരനെ ചെരുപ്പ് കൊണ്ട് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ബഹുജൻ സമാജ് പാർട്ടി ജില്ലാ നേതൃത്വം. പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ രാഷ്ട്രീയ ഇടപെടലിലൂടെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തി. ഇത് ദളിത് സമൂഹത്തോടുള്ള അവഗണനയാണ്. കേസിൽ വ്യക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിയും ഇടുക്കി SP പട്ടികജാതി വകുപ്പ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും BSP ജില്ലാ പ്രസിഡന്റ് ബിനു മറ്റപ്പള്ളി വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. ഇതിൽ പാവപ്പെട്ട ദളിത് സമൂഹത്തിൽപ്പെടുന്ന ആളുകളായതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കാതെ ഏകദേശം 12 വയസ്സുള്ള ഒരു കുട്ടിയെ ഉപദ്രവിച്ചിട്ട് എന്താന്ന് പോലും ചോദ്യം ചെയ്യാൻ തയ്യാറാകാതെ നിന്നത്. അതിനുശേഷം അവര് ഇപ്പൊ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത് ഈ പ്രതി മുൻകൂർ ജാമ്യം ഹൈക്കോടതി എടുത്തു എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ മൊഴിയെടുക്കുകയോ വേണ്ട ഒരു നടപടിക്രമങ്ങളും നടത്താതെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് ഇതൊരു പുനരന്വേഷണം നടത്തി ശക്തമായ നടപടി ഈ പ്രതിക്കെതിരെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് SP മുതൽ മുകളിലേക്കുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്ത് ഇരിക്കുകയാണ്. ഇതൊരു പുനരന്വേഷണം നടത്തും. അതുമല്ല, ഇതിൻ്റെ പ്രതി എന്ന് പറയുന്ന ആള് ജാമ്യം കിട്ടിയതിനു ശേഷം അടിച്ച ചെരുപ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കി എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് വന്ന് ഈ കുട്ടിയുടെ മൊഴി വേണ്ട രീതിയിൽ മൊഴിയെടുക്കുകയോ അതിനുള്ള തുടർന്നുള്ള ഒരു നടപടികളും നടത്താതെ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഈ കേസ് അന്വേഷിക്കാൻ നിൽക്കുന്ന ആരാണ് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അവരുൾപ്പെടെ ഇതിന് വീഴ്ച വ്യക്തിയെ മുഴുവൻ പേരുടെ പേരിലാണ് ഇനി ഈ കുടുംബം പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരാതി എല്ലാം റെഡിയായിരിക്കുകയാണ്. ആ പരാതി കൊടുത്തുകൊണ്ട് ഇത് പുനരന്വേഷണം നടത്തി ഈ പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകണം. ഇനിമേൽ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ കുട്ടികൾക്ക് നമുക്കറിയാം. നമ്മുടെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ പോലുള്ള ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ കണ്ടില്ലാന്ന് അടിക്കുന്ന ഒരു പ്രവണത വരുന്നുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഇതിന് മാറ്റം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ബഹുജൻ സമാജ് പാർട്ടി ഇടുക്കി കമ്മിറ്റിയുടെ തീരുമാനം. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോക്സോ അടിസ്ഥാന നിയമ പുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം. ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ അതോറിറ്റി ചെയർമാനുമായ ശശികുമാർ PS പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പോക്സോ നിയമത്തെക്കുറിച്ച് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അധ്യാപകരും കുട്ടികളും പുസ്തകം പഠിക്കണം. പോക്സോ നിയമത്തിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല. അതിനൊരു പരിഹാരമാണ് ഈ നിയമപുസ്തകമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ അതോറിറ്റി ചെയർമാനുമായ ശശികുമാർ PS പറഞ്ഞു. 2012 നമ്മുടെ പാർലമെന്റ് പാസാക്കിയ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പാർലമെന്റ് പാസാക്കിയ ആ നിയമം
പ്രാബല്യത്തിൽ വന്നിട്ട് ഇപ്പോൾ 13 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അതും ടീനേജ് കാലഘട്ടമായി ആ നിയമം പോലും. പക്ഷേ ആ നിയമത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആവശ്യകതയെ കുറിച്ച് പല സ്ഥലങ്ങളിലും അതിൻ്റേതായ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അനുസരിച്ച് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. സേഫ് ചൈൽഡ് പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനായി 2012 പോക്സോ നിയമം പാസാക്കിയത്. പോക്സോ പ്രത്യേക കോടതി ജില്ലാ ജഡ്ജി ആഷ് കെ ബാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് വിശിഷ്ട അതിഥിയായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയ്ശീലൻ പോൾ, DEO ഷീബ മുഹമ്മദിന് പോക്സോ നിയമം പുസ്തകം കൈമാറി. യോഗത്തിൽ തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സിന്ധു തങ്കം, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് SS സനീഷ്, പോക്സോ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PV വാഹിദ തുടങ്ങിയവരും പങ്കെടുത്തു. പറ്റുബുക്കുമായി ഓട്ടോയിൽ കറങ്ങി മദ്യവിൽപ്പന നടത്തിയിരുന്ന 2 പേർ പിടിയിൽ. രാജാക്കാട് മാങ്ങാത്തൊട്ടി സ്വദേശികളായ വെള്ളാപ്പാണിയിൽ പ്രിൻസ് ജോസഫ്, അടക്കാപ്പറമ്പിൽ ഷിജോ ഫ്രാൻസിസ് എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോയും കസ്റ്റഡിയിലെടുത്തു. 45 പേർക്ക് മദ്യം കടം നൽകിയ വകയിൽ ലഭിക്കാനുള്ള തുക എഴുതിയ പറ്റുബുക്കും വിൽപ്പന നടത്തിയ വകയിൽ ലഭിച്ച 3000 രൂപയും 2.5 ലിറ്റർ മദ്യവും ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടി. മാങ്ങാത്തൊട്ടി മേഖലയിൽ ഓട്ടോറിക്ഷയിൽ മദ്യം ചില്ലറ വിൽപ്പന നടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഉടുമ്പൻചോല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മൊബൈലിൽ വിളിച്ച് ആവശ്യപ്പെടുന്നവർക്ക് മദ്യം സ്ഥലത്ത് എത്തിച്ചു നൽകുന്നതായിരുന്നു രീതി. പണം ഇല്ലാത്തവർക്ക് കടമായി നൽകി. കിട്ടാനുള്ള തുക പറ്റുബുക്കിൽ കുറിച്ചിട്ട് പിന്നീട് വാങ്ങും. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പീരുമേട് കരടിക്കുഴി പുതുവലിൽ 9-ാം വാർഡിൽ മൺതിട്ട ഇടിഞ്ഞ വീടിന്റെ പിറകുവശത്തേക്ക് പതിച്ച അപകടം. പുതുവൽ സ്വദേശി രാജുവിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് വീടിന് പുറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞു വീണത്. പീരുമേട് കരടിക്കുഴി 9-ാം വാർഡ് പുതുവൽ ഭാഗത്ത് താമസിക്കുന്ന രാജുവിന്റെ വീടിന് പുറകുവശത്തേക്കാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. വീട്ടുകാർ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ ഭാഗത്തേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. ശബ്ദം കേട്ട ഇവർ കുട്ടികളുമായി വീടിന് വെളിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ராத்திரி 2 மணிக்கு மேலிருந்து உருளி போட்டது போல வந்து ஒரே அலைச்ச பிள்ளைகள்லாம் எல்லாருமே அலறி எந்திரிச்சு பார்க்கையெல்லாம் இங்க பின்னால தண்ணியும் வருது, கல்லு எல்லாம் உருண்டு செவுத்துல ஆகி போய் வீட்டுக்குள்ளேயும் இடிச்சு வீரில் விட்டுருச்சு எல்லாமே. இதுல ஆள் இப்ப இருக்கவும் முடியாது. எதுனாலும் நீங்க தான் பார்த்து எங்களுக்கு எதுவும் செய்யணும். സംഭവം കഴിഞ്ഞ് 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗ്രാമപഞ്ചായത്ത് അംഗമല്ലാതെ മറ്റധികൃതർ സ്ഥലം സന്ദർശിച്ചിട്ടില്ലെന്ന ആരോപണവും കുടുംബം ഉന്നയിച്ചു. 7-അംഗ കുടുംബം ഇപ്പോൾ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റ് ലേറ്റിലാണ് താമസിക്കുന്നത്. മൂലമറ്റം തുമ്പച്ചിക്ക് സമീപം കാറും സ്വകാര്യ ബസും തമ്മിൽ കൂട്ടിയിടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. രാവിലെയാണ് അപകടം നടന്നത്. കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും തൊടുപുഴ ഭാഗത്തേക്ക് പോയ കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കുളമാവ് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പാവപ്പെട്ടവർക്ക് ആശ്രയമാക്കുകയാണ് അയ്യപ്പൻകോവിൽ പച്ചക്കാട് സ്വദേശി പടിഞ്ഞാറേക്കാലായിൽ ബിജു എന്ന ബാങ്ക് ജീവനക്കാരൻ. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം ഇതിനോടകം ചെയ്തിരിക്കുന്നത്. 18 വർഷമായി അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട യൂണിയൻ ബാങ്കിൽ ക്യാഷറായി ബിജു ജോലി ചെയ്യുകയാണ്. തനിക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ ഏറെയും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിനും മറ്റു സേവന പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് ഇദ്ദേഹം ചിലവഴിക്കുന്നത്. ബാങ്കിലെത്തുന്ന ജനങ്ങളോടുള്ള മികച്ച രീതിയിലുള്ള പെരുമാറ്റവും ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. കൂടാതെ ബാങ്കിൽ പെൻഷൻ എടുക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന വയോജനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പെൻഷൻ മുടങ്ങിക്കിടക്കുകയോ പണം ലഭിക്കാതെയോ വന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്നും ഇദ്ദേഹം പണം നൽകും. കൂടാതെ എല്ലാ വർഷവും പാവപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടെത്തി പഠനോപകരണങ്ങൾ ഉൾപ്പെടെ നൽകാറുമുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തന്റെ പ്രവർത്തനങ്ങളെന്ന് ബിജു പറയുന്നു. ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 18 കൊല്ലമായി. നമ്മളൊരു ഹാൻഡിക്യാപ്റ്റല്ലേ, അതുകൊണ്ട് നമ്മളെപ്പോലെ ഒരു പാവങ്ങളെ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്തെങ്കിലുമൊക്കെ സഹായം. എന്നൊക്കെ ചില ഒരു വളവോടും പിന്നെ പുളിക്കട്ടയും വാമണ്ണ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വരും. അപ്പം അവർക്ക് ഈ പഴയ ആൾക്കാരെയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഈ മെസ്സേജ് ഒന്നും വരത്തില്ല. അപ്പോൾ വണ്ടിക്കൂലിക്കൊക്കെ പൈസ
കേക്ക് തിരിച്ചു പോകാനായിട്ട് പാടായിരിക്കും. അത് ചെയ്ത് പ്രതീക്ഷിച്ചല്ല വരുന്നത്. ഉള്ളവർക്കൊക്കെ ചെറിയ സഹായം കൊടുത്തു. 10-18 വർഷം. ഇപ്പോൾ നേരത്തെ ഒരു 5-8 വർഷമായിട്ടുള്ളൂ ഈ മറ്റേ ഫാഷനായിട്ട് പ്രൊമോഷൻ. അങ്ങനെയുള്ളവരൊക്കെ സഹായം ബാങ്കിൻ്റെ ഓളിലോളാണ്. അതെ. ബിജുവിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സോണിയയും മക്കളായ സോനയും ഡ്രൈവർ സുജിത്തും ഒപ്പമുണ്ട്. തനിക്കാവുന്ന കാലം വരെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു. വന്യജീവി ശല്യം രൂക്ഷമായ മൂന്നാറിൽ ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ശക്തമാക്കി വനം വകുപ്പ്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ 33 പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിച്ചു. വന്യജീവി ആക്രമണങ്ങളുടെ പ്രതിരോധം മാത്രമല്ല, ഏത് അടിയന്തര ഘട്ടത്തിലും പൊതുജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിയുന്ന തരത്തിലാവും പ്രൈമറി റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലും ജനജാഗ്രതാ സമിതി രൂപീകരിച്ച് പ്രവർത്തനം സജീവമാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്ന പഞ്ചായത്തിൽ ജനജാഗ്രതാ സമിതിക്ക് കീഴിലായി 33 പ്രൈമറി വോളണ്ടിയർ റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായ പരിശീലനം നൽകും. നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന റെസ്പോൺസ് ടീം അംഗങ്ങളുടെ വിവരങ്ങൾ പോലീസിന് കൈമാറും. പോലീസിന്റെ ക്ലിയറൻസ് കൂടി കിട്ടിയതിനു ശേഷമാകും പരിശീലനമടക്കം നൽകുകയെന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. നമ്മുടെ വോളണ്ടറി പ്രൈമറി റെസ്പോൺസ് ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട് 31. ആ 33 വോളണ്ടറി പ്രൈമറി റെസ്പോൺസ് ടീമിനും ഈ കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഇനിയും പോലീസ് വെരിഫിക്കേഷന് വേണ്ടി നാളെ തന്നെ നമ്മൾ മൂന്നാർ DVSPക്ക് കൈമാറുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത്, ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷം നടന്ന് അല്ലെങ്കിൽ അപകടത്തിൽ പറ്റുമ്പോഴൊക്കെ ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനത്തിന്റെ അപര്യാപ്തത നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു റെസ്ക്യൂ വാൻ വനം വകുപ്പ് മൂന്നാർ FDA വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ആ വാഹനം പൂർണ്ണസജ്ജമായി പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്, അവിടുത്തെ രോഗികൾ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾ അവരെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും, അതുപോലെ മൂന്നാർ മേഖലയിൽ പ്രകൃതി ദുരന്തങ്ങളും അല്ലെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആ വാഹനം ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായിട്ടും സജ്ജമാകുന്നതാണ്. മൂന്നാറിൽ ചേർന്ന ജനജാഗ്രതാ സമിതി യോഗം നിലവിലെടുത്തിരിക്കുന്ന പ്രൈമറി റെസ്പോൺസ് ടീമിന് അംഗീകാരം നൽകി. ഇതോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്നതിന് റെസ്ക്യൂ വാനും മൂന്നാറിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തിക്കും. ഇടമലക്കുടി അടക്കമുള്ള വിദൂര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ആശുപത്രി ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് വാഹനം എത്തിക്കുന്നത്. പ്രൈമറി റെസ്പോൺസ് ടീം പ്രവർത്തനം സജീവമാകുന്നതോടെ ആനയടക്കം ജനവാസ മേഖലയിൽ എത്തിയാൽ ഈ വിവരം അപ്പോൾ തന്നെ ജനങ്ങളെയും RRT സംഘത്തെയും അറിയിക്കാൻ സാധിക്കും. ഒപ്പം ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെയും അപകടങ്ങൾ ഉണ്ടാകാതെയും പ്രതിരോധം തീർക്കാനും കഴിയുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. മൂന്നാറിൽ ചേർന്ന ജനജാഗ്രതാ സമിതി യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസിലെ തണൽമരം അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. മരത്തിന്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോവുകയും മരം ഒരു വശത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് മൂലം ഏതു സമയവും ഇത് നിലംപൊത്താവുന്ന സ്ഥിതിയിലാണ്. ഇക്കാര്യം നഗരസഭയെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു നീക്കണമെന്ന് സമീപത്തെ വ്യാപാരികൾ നാളുകളായി ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. നിരവധി വാഹനങ്ങൾ ഷോർട്ട് കട്ടായിട്ട് പോകുന്നു. സ്കൂളുകളുണ്ട്, നിരവധി വിദ്യാർത്ഥികൾ ട്യൂഷൻ കഴിഞ്ഞും സ്കൂളിലോട്ടൊക്കെ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു വഴിയാണിത്. പിന്നെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇവിടെ സർവീസിന് വരുന്നതും എല്ലാ വാഹനങ്ങളും ഇവിടെ വരുന്നത് ചായ കുടിക്കാനുള്ള ഒരു പാർക്ക് ചെയ്യുന്നതും എല്ലാം ഒതുങ്ങിയൊരു സ്പേസാണ് ഇവിടെ. കഴിഞ്ഞ വർഷം പോലും ഈ മരം ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം അപ്പുറത്തൊരു മരം മറിഞ്ഞു വീണു. എന്നിട്ട് അത് മറിഞ്ഞു വീണതിന് ശേഷമാണ് അവർ വെട്ടിമാറ്റിയത്. ഇതിനു മുന്നേയും അധികാരികളെ അറിയിച്ചതാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. മരത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് പ്രദേശത്തുള്ളവർ നഗരസഭയെ അറിയിച്ചെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി PWD ആണ് നടപടി സ്വീകരിക്കേണ്ടതെന്നാണ് നഗരസഭയിൽ നിന്നും മറുപടി ലഭിച്ചതെന്നും നാട്ടുകാർ പറയുന്നു.
നമുക്ക് ധാരാളം സ്ഥാപനങ്ങളും സ്കൂൾ പിള്ളേരെല്ലാം ട്രാവൽ ചെയ്യുന്ന സ്പേസ് ആയിരുന്നു. നമുക്ക് ഇവിടെ തന്നെയാണ് ഞാൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതാണ്. നമ്മളൊരു 80 പേരോളം ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. നമ്മളിവിടെ സ്ഥിരമായിട്ട് വണ്ടി കാര്യങ്ങൾ ഇടുന്നതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എപ്പോൾ വേണേലും ഒടിഞ്ഞു വീഴാന്നുള്ള സാഹചര്യത്തിലാണ് മരം നിൽക്കുന്നത്. കാരണം ട്രാൻസ്ഫോമറുടെ പ്രശ്നമാണ്, ലൈൻ കമ്പിയുടെ ആണ് കമ്പും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മളൊക്കെ ഇത്രയും ആൾക്കാർക്ക് ഉപകാരമായിരിക്കും. നിരവധി വിദ്യാർത്ഥികളും വാഹനങ്ങളും കടന്നു പോകുന്ന വഴിയിലാണ് മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ 11 kV വൈദ്യുതി ലൈനും കടന്നു പോകുന്നു. മരം കടപുഴകി വീണാൽ വലിയ അപകടമാകും ഉണ്ടാകുകയെന്നും നാട്ടുകാർ പറഞ്ഞു. നമ്മുടെ ആക്സറി ഷോപ്പുള്ള, അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ ഇൻഡസ്ട്രിയിലെ വണ്ടികൾ നമ്മുടെ വണ്ടികളിൽ ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്ന, അപ്പോൾ ഇതിന് മരം ഭയങ്കര ഭീഷണിയാണ്. വണ്ടി മാറി പിന്നെ വണ്ടി സ്കൂൾ ബസ്സൊക്കെ ഇതിൽ ഓടുന്ന, ഇവിടെ സ്കൂളിലാണ്. അപ്പോൾ അതൊക്കെ നോക്കിയെന്ന് അധികാരികൾ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് വെട്ടിമാറാൻ സൗകര്യമായിരിക്കും. അടിയന്തരമായി അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കി ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കട്ടപ്പന സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KSTA ജില്ലാ പ്രസിഡന്റ് KR ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിക്ക് അർഹമായ കേന്ദ്രവിഹിതം അനുവദിക്കുക, കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിക്ക് 2023-24 മുതൽ ലഭിക്കേണ്ട 1504.82 കോടി രൂപ തടഞ്ഞുവച്ചിരിക്കുന്നു. പ്രൊജക്ടിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരുൾപ്പെടെ 6000-ലധികം പേരുടെ ശമ്പളവും മുടങ്ങി. PM ശ്രീയിൽ ഒപ്പിട്ടില്ലെന്ന കാരണത്തിലാണ് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമെന്നും പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KSTA ജില്ലാ പ്രസിഡന്റ് KR ഷാജിമോൻ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ, പ്രത്യേകിച്ച് ഭിന്നശേഷി മേഖലയിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗ്രാന്റ്, അവർക്ക് ലഭിക്കുന്ന യൂണിഫോം, മുഴുവൻ കുട്ടികൾക്ക് ലഭിക്കുന്ന യൂണിഫോം, പാഠപുസ്തകം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ കിടപ്പിലായ കുട്ടികൾക്ക് ലഭിക്കുന്ന പഠനോപകരണങ്ങൾ, അവരുടെ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകരണ വിതരണം, ഇതെല്ലാം താറുമാറായിരിക്കുകയാണ്. കേരളത്തിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ കേന്ദ്രാവിഷ്കൃത പദ്ധതി കൂടിയാണ് SSK. 1000 കോടി രൂപ ഉള്ള ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ 60% കേന്ദ്ര ഗവൺമെന്റും 40% സംസ്ഥാന ഗവൺമെന്റും കണ്ടെത്തിക്കൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ പരിപാടിയിൽ കഴിഞ്ഞ 2.5 വർഷമായി സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട വിഹിതം കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവം തടഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ തടയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളവും അതുപോലുള്ള രാജ്യത്തെ മറ്റു ചില സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകളല്ല. BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വിവിധ മേഖലയിലുള്ള വിഹിതം ബോധപൂർവം തടയുകയാണ്. ഡോക്ടർ ഫൈസൽ മുഹമ്മദ്, ഡോക്ടർ പ്രദീപ് കുമാർ, റജികുമാർ, സുരേന്ദ്രൻ PN തുടങ്ങിയവർ സംസാരിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പാർത്തോട് വാർഡിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും പഞ്ചായത്ത് ഭരണത്തെയും ചില തൊഴിലുറപ്പ് മേറ്റുമാരെ മുൻനിർത്തി ഇകഴ്ത്തിക്കാട്ടാൻ UDF നിരന്തരം ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി CPI രംഗത്ത്. പഞ്ചായത്ത് അംഗത്തെയടക്കം നിരന്തരം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ടെന്നും ഇത് CPIയെയും LDFനെയും അപകീർത്തിപ്പെടുത്താൻ UDF നടത്തുന്ന ശ്രമമാണെന്നും നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. CPI പഞ്ചായത്ത് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പാർത്തോട് വാർഡിൽ ഇതിനോടകം വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതായും CPI നേതൃത്വം വ്യക്തമാക്കി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പാർത്തോട് വാർഡിൽ ചില തൊഴിലുറപ്പ് മേറ്റുമാരെ മുൻനിർത്തി UDF അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നാണ് CPI നേതൃത്വത്തിന്റെ ആരോപണം. പാർത്തോട് വാർഡിലെ CPI അംഗമായ പഞ്ചായത്ത് അംഗത്തെ UDF നിരന്തരം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്ഥിതിയുണ്ടെന്ന് CPI നേതൃത്വം ആരോപിക്കുന്നു. ഇത് പഞ്ചായത്ത് ഭരണത്തെ ഇകഴ്ത്തിക്കാട്ടാനും CPIയെയും LDFനെയും രാഷ്ട്രീയമായി അപകീർത്തിപ്പെടുത്താനുമുള്ള നീക്കമാണെന്ന് CPI മണ്ഡലം കമ്മിറ്റി അംഗം ഷാജി കുച്ചുപുര അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു മെമ്പറെ വ്യക്തിപരമായി, നമുക്ക് രാഷ്ട്രീയപരമായ നമുക്കെല്ലാം പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ എടുത്തിട്ടാണ് ഒരു ചർച്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല. മറിച്ച് ഒരു വ്യക്തിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുക, ഒരു വാർഡിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, ഈ രീതിയിൽ വളരെ മോശമായ സമീപനം UDF സ്വീകരിക്കുക. അത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യപ്പെട്ടുകൊണ്ടാണ്. കേവലം 3-4 മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് വരും. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 3 ടേം, ഈ ടേമിന് മുമ്പ് 3 ടേം UDF ആണ് പഞ്ചായത്ത് ഭരിച്ചത്. ആ പഞ്ചായത്ത് ഭരിച്ച് ജനങ്ങൾ മടുത്ത് പഞ്ചായത്തിലെ UDF മെമ്പർമാരുടെ തോന്നിവാസങ്ങളും അഴിമതിയും അരാജകത്വവുമെല്ലാം കണ്ട് മടുത്ത ജനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പഞ്ചായത്തിൽ അധികാരത്തിലെത്തിച്ചത്. ആ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഇതുവരെ ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഓരോ വിഷയങ്ങളിൽ ഇടപെട്ട് എല്ലാ വിഷയങ്ങളും പരിഹരിച്ചുകൊണ്ട് പോകുന്ന നല്ലൊരു സമയം സ്വീകരിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് കൊന്നത്തടിയിലുള്ളത്. അപ്പോൾ ഒരു മെമ്പർക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം കിട്ടിയാൽ ആ മെമ്പറെ മുന്നിൽ നിർത്തി
ആ മെമ്പറുടെ പേര് പറഞ്ഞുകൊണ്ട് ആ പഞ്ചായത്തിനെ മൊത്തം ആക്ഷേപിക്കുക, അതുവഴി ആ മെമ്പർ പ്രദാനം ചെയ്യുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആക്ഷേപിക്കുക തുടങ്ങിയ സമീപനമാണ് ഇപ്പോൾ UDF സ്വീകരിക്കുന്നത്. CPI പഞ്ചായത്ത് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർത്തോട് വാർഡിൽ ഇതിനോടകം വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതായും CPI നേതൃത്വം വ്യക്തമാക്കി. നിലവിൽ പാർത്തോട് വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള CPI പ്രതിനിധിയായ വാർഡംഗം വാർഡിന്റെ വികസനത്തിന് വേണ്ടി കൃത്യതയോടെ പ്രവർത്തിക്കുന്നയാളാണെന്നും ചില തൊഴിലുറപ്പ് മേറ്റുമാരെ മുൻനിർത്തി UDF നടത്തുന്ന പ്രചരണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ തന്നെ ഭിന്നതയ്ക്ക് ഇടവരുത്തിയിട്ടുള്ളതായും CPI നേതൃത്വം വ്യക്തമാക്കി. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ CPI മണ്ഡലം കമ്മിറ്റി അംഗം ഷാജി കൊച്ചുപുരയ്ക്കൊപ്പം PN ശശി, ബെന്നി PJ, ഗ്രാമപഞ്ചായത്ത് അംഗം സാലി കുര്യാച്ചൻ എന്നിവരും പങ്കെടുത്തു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച ആരോഗ്യവകുപ്പ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സെൽവത്തായി ഉദ്ഘാടനം നിർവഹിച്ചു. മുൻപ് ഇവിടെയുണ്ടായിരുന്ന കെട്ടിടം കാലപ്പഴക്കത്താൽ ചോർന്നൊലിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീട് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് കെട്ടിടം നവീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം B. ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. സെൽവത്തായി ഉദ്ഘാടനം ചെയ്തു. അത് കാണുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ട് എന്നോട് ഹെൽത്തിലെ സ്റ്റാഫുകളെല്ലാം തന്നെ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു, ഈ ബിൽഡിംഗ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് നന്നാക്കി തരണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് നോക്കുകയും ഇതിന് ഫണ്ട് എത്ര രൂപ ആവശ്യപ്പെടുമെന്ന് വന്ന് AE വിളിച്ചുകൊണ്ടുവന്ന് എസ്റ്റിമേറ്റ് എടുക്കുകയും 10 ലക്ഷം രൂപയെങ്കിലും ആകും. എന്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ ഇത് പൊളിച്ച് പണിയുവാണെങ്കിൽ നല്ല ഒരു 3-4 നിലയ്ക്കുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് നമുക്ക് പണിത് കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. എന്നാൽ ഇവിടെ വന്ന് AE വിളിച്ചുകൊണ്ടുവന്ന് ഇത് വന്ന് കണ്ടപ്പോഴത്തേക്ക് AEയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം ഇത് പഴയ കാലത്തിലെ ഒരു ബിൽഡിംഗ് ആണ്. എന്നാൽ അങ്ങനെയല്ല അത് നമ്മൾ കാണുന്നത്. നല്ലൊരു ബിൽഡിംഗ്, നല്ല ഉറപ്പുള്ള ഒരു കെട്ടിടമാണ്. ചരിത്രമായിട്ട് നമുക്കിത് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു കെട്ടിടമാണ്. വണ്ടിപ്പെരിയാർ CHC ഡോക്ടർ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു, ജൂനിയർ ഹെൽത്ത് അസിസ്റ്റന്റ് വിജയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഐശ്വര്യ സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലെത്തിയതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് വൈകാതെ ശ്മശാനം തുറന്ന് പ്രവർത്തിപ്പിക്കാനാകുമെന്നാണ് കരുതുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി ശ്മശാനം അടച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പണികൾ പൂർത്തിയാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അടച്ചുപൂട്ടിയിട്ട് 2 മാസം പിന്നിട്ടു. പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും തുറക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിശദീകരണം നൽകിയിട്ടുള്ളത്. പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാന ഘട്ടത്തിലെത്തിയതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് വൈകാതെ ശ്മശാനം തുറന്ന് പ്രവർത്തിക്കാനാകുമെന്നാണ് കരുതുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം വ്യക്തമാക്കി. അടിമാലി ഗ്രാമപഞ്ചായത്ത് ക്രിമിറ്റോറിയം പൊതുശ്മശാനത്തിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 മാസക്കാലമായി അടച്ചിട്ടിരുന്ന പൊതുശ്മശാനത്തിന്റെ വർക്കുകൾ പൂർത്തീകരിക്കുന്നതോടുകൂടി തൊട്ടടുത്ത പഞ്ചായത്തുകൾ ഉൾപ്പെടെ മറ്റെല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന പൊതുശ്മശാനത്തിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തിയാകും. ഇന്നും നാളെയുമായി വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി തുറന്നു നൽകണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അതിന്റെ അവസാന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് വർക്കുകൾ പൂർത്തീകരിക്കുന്നത്. നമ്മുടെ നാടിന്റെ തൊട്ടടുത്തുള്ള മേഖലയിലൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് വർക്കുകൾ പൂർത്തീകരിക്കുന്നത്. 28 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ജോലികൾ ഏറ്റെടുത്തിട്ടുള്ളത്. 1 മാസക്കാലം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്നായിരുന്നു ശ്മശാനം അടയ്ക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നത്. പണികൾ പൂർത്തീകരിച്ച ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കുന്നത് വൈകുന്നത് സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതായി വരുന്ന കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട്. അടിമാലിയിൽ നിന്ന് മാത്രമല്ല, അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്തവരും അങ്ങേയറ്റം നിർധനരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു. ജൂൺ 21 യോഗാ ദിനത്തിന്റെ ഭാഗമായി കട്ടപ്പന പുളിയൻമല ക്രൈസ്റ്റ് കോളേജിൽ യോഗാ ദിനാചരണം നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ഗുണകരമാണ് യോഗ. കോളേജ് സ്പോർട്സ് കൗൺസിലും ഇംഗ്ലീഷ് വിഭാഗവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യോഗ വഴി മനുഷ്യ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഗുണങ്ങളും നേട്ടങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് പരിപാടിയും നടന്നു. കോളേജ് മിനി ഹാളിൽ നടന്ന യോഗാ ദിനാചരണ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MV ജോർജ് കുട്ടി നിർവഹിച്ചു. യോഗ ഒരു പ്രത്യേകമായ ആരോഗ്യ പരിപാലന സമ്പ്രദായമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫിസിക്കൽ അതുപോലെ തന്നെ
മോറൽ, ഫിസിക്കലായിട്ടുണ്ട്, മെൻ്റലായിട്ടുണ്ട്, സ്പിരിച്വൽ. ഈ 3 തലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ്റെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ഓരോ മനുഷ്യൻ്റെയും നന്മ എന്ന് പറയുന്നത്. കോളേജ് സ്പോർട്സ് കോർഡിനേറ്ററും ഹിന്ദി വിഭാഗം അധ്യാപകനുമായ ദേവസ്യ PV യോഗയ്ക്ക് നേതൃത്വം നൽകി. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യൂണിയൻ വിത്ത് ഗോഡ് ആൻഡ് മാൻ, ദൈവവും മനുഷ്യനും അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു കൂടിച്ചേരലിനെയാണ് യോഗ എന്ന വാക്കുകൊണ്ട് നമുക്ക് വിവക്ഷിക്കാവുന്നത്. അപ്പോൾ ആ ഒരു മാനസിക വൃത്തിയിലേക്ക് അല്ലെങ്കിൽ മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ജീവിതാവസ്ഥയിലേക്ക് കുട്ടികൾ മാറണം, ഇന്നത്തെ തലമുറ മാറണം. കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിടിയിൽ നിൽക്കുന്ന രീതിയിലല്ല സാമൂഹികമായ പശ്ചാത്തലങ്ങളും അവരിറങ്ങുന്ന വേദികളുമൊക്കെ. അപ്പോൾ ആ വേദികളിലൊക്കെ അവരിറങ്ങുന്ന പശ്ചാത്തലങ്ങളിലൊക്കെ അവരിറങ്ങുന്ന സാമൂഹികമായ ബന്ധങ്ങളിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ അവരുടെ കഴിവുകളെ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി യോഗ അത്യന്താപേക്ഷിതമാണ്. കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം അധ്യക്ഷനായിരുന്നു. IQAC കോർഡിനേറ്ററും മാനേജ്മെന്റ് വിഭാഗം അധ്യാപകനുമായ അനിത് ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. രാജാക്കാട് പഴയവിടുതി ഗവൺമെന്റ് UP സ്കൂൾ ഇത്തവണയും കാർഷിക വിപ്ലവത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഓണക്കാലത്ത് 100 മിനി വിളവ് ലക്ഷ്യം വെച്ച് മഴമറയിൽ കൃഷി ഇറക്കിയിരിക്കുകയാണ് പഴയവിടുതിയിലെ കുട്ടി കർഷകർ. പഠനത്തിനും കലാകായിക രംഗങ്ങൾക്കുമൊപ്പം കൃഷിയിലും കുട്ടികളുടെ താൽപര്യം വളർത്തിയെടുക്കുകയാണ് പഴയവിടുതി സ്കൂൾ. കൃഷിയുടെ പ്രാധാന്യവും ജൈവ കൃഷിരീതിയും കുട്ടികൾ പഠിക്കുന്നത് കൃഷി ചെയ്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴയവിടുതി UP സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും മികച്ച കർഷകർ കൂടിയാണ്. സ്കൂളിൽ കൃഷി ആരംഭിക്കുന്നത് മുതൽ കുട്ടികൾ വീടുകളിലും കൃഷി ആരംഭിക്കും. അതിന്റെ തുടക്കമാണ് ഈ അധ്യയന വർഷ ആരംഭത്തിൽ സ്കൂളിലെ മഴമറയ്ക്കുള്ളിൽ ആരംഭിച്ചിരിക്കുന്നത്. പഠന പ്രവർത്തനങ്ങളോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൃഷിപാഠങ്ങളും ജൈവ കൃഷി പാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായ പച്ചക്കറികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിളയിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം അതിനുപരിയായി വിളയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. വളരെ ഉത്സാഹത്തോടു കൂടി ഞങ്ങളുടെ കുട്ടി കർഷകരും ഈ കാർഷിക വൃത്തിയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു. ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുള്ള പച്ചക്കറി കൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത്. തികച്ചും ജൈവ രീതിയിൽ കുട്ടികൾ തന്നെ പരിപാലിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ടാണ് എല്ലാ വർഷവും ഉച്ചഭക്ഷണത്തിനുള്ള കറികൾ വിളമ്പുന്നത്. ഉച്ചഭക്ഷണത്തിനെടുത്തതിന് ശേഷം ബാക്കിയുള്ളവ കുട്ടികൾക്ക് വീടുകളിലേക്കും കൊടുത്തയക്കും. ഇത്തവണയും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാളും പച്ചക്കറികൾ ഉണ്ടാകാനായിട്ട് തൈകൾ നട്ടിട്ടുണ്ട്. വഴുതന, തക്കാളി എല്ലാം ഉണ്ട്. അതിനുശേഷവുമുള്ളവ കുട്ടികൾ തന്നെ സ്കൂളിൽ നടത്തുന്ന ആഴ്ചച്ചന്തയിൽ വിൽപ്പന നടത്തും. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 178. വിൽപ്പനയ്ക്ക് വന്നത് 36,447. വിൽപ്പന നടന്നത് 33,271. കൂടിയ വില 2,987. ശരാശരി വില 2,450. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ. ഏലം കൂടിയ വില 2,400. ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 410. ഗ്രാമ്പു 750. കൊക്കോ 80. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,210 രൂപ. വെള്ളി 120. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പീരിമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ മരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്. കേസിലെ എല്ലാ വശവും വിശദമായി അന്വേഷിക്കും. കാട്ടാന ആക്രമണമല്ലെന്ന് കോട്ടയം DFO അഭിപ്രായപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും SP. കട്ടപ്പന ഇടുക്കിക്കവല വെള്ളയാങ്കുടി റോഡിൽ സ്വകാര്യ സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടാവ് കടത്തിക്കൊണ്ടുപോയി. സ്ഥാപനത്തിലെ സെക്യൂരിറ്റിയുടെ വാഹനം മോഷ്ടാവ് അപഹരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ. SN ജംഗ്ഷൻ നിരപ്പേൽക്കടയിൽ കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ നിന്ന് മോഷ്ടാക്കൾ ഹെൽമറ്റ് അപഹരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വാത്തിക്കുടി 16-ാം ഖണ്ഡം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സർക്കാർ സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്ന് മന്ത്രി. കാമാക്ഷി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വൃദ്ധയുടെ ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയത് കാമാക്ഷി കോയിക്കൽ തങ്കമ്മ. ഇവർ പ്രതിഷേധിച്ചത് സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത തനിക്ക് താമസിക്കുന്ന വീടിന്റെ വാടക ലഭ്യമാക്കുന്നില്ലെന്ന് ആരോപിച്ച. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.